ഹായ് ഓൾ, വെൽക്കം ടു ലേണിനോ. സോ നമ്മുടെ ഡേറ്റാബേസിൻ്റെ തേർഡ് ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ആർക്കിടെക്ചർ, ഡേറ്റാബേസ് ആർക്കിടെക്ചർ, 3 സ്കീമ ആർക്കിടെക്ചർ. ഓക്കെ, സോ നമുക്കറിയാം നമ്മളുടെ ഡേറ്റാബേസിനെ നമ്മൾ 3 ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ലെയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് 3 ഡിഫറെൻറ്റ് ലെവൽസായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ 3 ലെവൽസ് എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ആ ലെവലാക്കിയിരിക്കണമെന്നൊക്കെ നമ്മൾ വഴിയേ കാണും. അപ്പോൾ ആ ഒരു ലെവലിൻ്റെ നെയിമാണ് 3 സ്കീമ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ഡേറ്റാബേസിനെ 3 ലെവൽസായിട്ട് അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ 3 സ്കീമ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 3 സ്കീമ ആർക്കിടെക്ചറിന് നമ്മൾ വേറൊരു നെയിമുണ്ട്, അതാണ് നമ്മളുടെ ആൻസി സ്പാർക്ക്. ഓക്കെ, ആൻസി സ്പാർക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ആൻസി സ്പാർക്ക് ആർക്കിടെക്ചർ, അല്ലെങ്കിൽ 3 ലെവൽ ആർക്കിടെക്ചർ എന്നും കൂടെ അതിന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ 3 സ്കീമ ആർക്കിടെക്ചർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും 3 സ്കീമ ആർക്കിടെക്ചർ, ആൻസി സ്പാർക്ക് ആർക്കിടെക്ചർ, 3 ലെവൽ ആർക്കിടെക്ചർ ഇങ്ങനെ എന്ത് കണ്ടാലും ഒരേ സംഭവമാണെന്നുള്ളത് മനസ്സിൽ വരണം. ഓക്കെ, ഇനി 3 സ്കീമ ആർക്കിടെക്ചറിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 ലെവൽസാണ് ഉള്ളത് അല്ലേ. ഇനി അതിനെ നമ്മൾ ഡേറ്റാബേസിനെ നമ്മൾ 3 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിൽ ഓരോ ലെവൽസിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ആ ഒരു ഡയഗ്രാം നോക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ 3 ലെയേഴ്സ് അല്ലെങ്കിൽ 3 സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ലെയർ ആയിട്ട് വരുന്നത് എക്സ്റ്റേണൽ ലെവൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്കീമ. ഓക്കെ, അടുത്തത് വരുന്നത് കൺസെപ്ച്വൽ ലെവൽ, അടുത്തത് വരുന്നത് ഇൻറ്റേർണൽ ലെവൽ. ഈ 3 ലെവൽസിനും ഒരു 2-3 പേരുകളൊക്കെ ഉണ്ട്, നമ്മളത് കാണുന്നതായിരിക്കും. അപ്പം ഇപ്പം മനസ്സിലാക്കുക 3 ലെവൽസാണുള്ളത്. ആദ്യത്തെ നമ്മൾ എക്സ്റ്റേണൽ ലെവൽ എന്ന് പറയുന്നു, സെക്കൻഡ് വൺ കൺസെപ്ച്വൽ ലെവൽ എന്ന് പറയുന്നു, ആൻഡ് തേർഡ് വൺ ഇൻറ്റേർണൽ ലെവൽ എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഈ എക്സ്റ്റേണൽ ലെവൽ എന്ന് പറയുന്നതാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ പറയുന്നത്. അതിനെന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിൻ്റെ നോട്ട്സ് ഞാൻ ലെഫ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എക്സ്റ്റേണൽ ലെവലിൻ്റെ വേറൊരു നെയിമാണ് എക്സ്റ്റേണൽ സ്കീമ അല്ലെങ്കിൽ വ്യൂ സ്കീമ. ഈ ഒരു ഇന്നത്തെ ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് ഫുൾ തിയറി ടോപ്പിക്കാണ്. ഇതിന്ന് കൂടുതലും വരുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഇനി വരുന്നത് തന്നെ എങ്ങനത്തെ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നമ്മുടെ 3 ടയർ ആർക്കിടെക്ചർ, 3 ലെവൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നുണ്ടല്ലോ, 3 സ്കീമ ആർക്കിടെക്ചർ, ആൻസി സ്പാർക്ക് ആർക്കിടെക്ചർ, ഇതെല്ലാം ഒരേ സംഭവമാണ്, 3 വ്യൂ ആർക്കിടെക്ചർ അല്ല. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു ചാൻസ് ഉള്ളത് എക്സ്റ്റേണൽ സ്കീമ ഈസ് ഓൾസോ നോൺ ആസ്. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ എന്താ വരേണ്ടത്? വ്യൂ സ്കീമ. ഓക്കെ, എക്സ്റ്റേണൽ സ്കീമ ഇസ് ഓൾസോ നോൺ ആസ് വ്യൂ സ്കീമ. ഓക്കെ, എന്തുകൊണ്ടാണ് വ്യൂ സ്കീമ എന്നുള്ളൊരു നെയിം വന്നതെന്നുള്ളത് ഞാനിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്താ സംഭവം എന്നറിയോ? ഇപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ആമസോണിൻ്റെ ഒരു ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? അതിനെയാണ് നമ്മൾ വ്യൂ സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് എന്താണോ ഓരോ യൂസേഴ്സിന്, എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസേഴ്സാണ് എക്സ്റ്റേണൽ ലെവലിൽ നിൽക്കുന്നത്. നമുക്ക് എന്തെങ്കിലും അറിയോ ഡേറ്റാബേസിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ അതിലെന്ത് ഡേറ്റാ മോഡലാണ് യൂസ് ചെയ്തിരിക്കണമെന്നോ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് അറിയുന്നില്ല അല്ലേ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഇങ്ങനത്തെ എക്സ്റ്റേണൽ ലെവലിൽ നിന്നുകൊണ്ട് പക്ഷെ ആ സാധനം ഫുള്ളും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ എക്സ്റ്റേണൽ ലെവലിൽ വരുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ലെവലിന് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എക്സ്റ്റേണൽ സ്കീമ അല്ലെങ്കിൽ വ്യൂ സ്കീമ. ഓക്കെ, ഇത് 2 പേരും മറക്കരുത്. ഇത് എന്തായാലും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു സംഭവമാണ്. ഈ പേരായിരിക്കും ചിലപ്പോൾ അടുത്തത് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഇനി എക്സ്റ്റേണൽ സ്കീമയിൽ വരുന്ന അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലെവലിൽ വരുന്ന ആൾക്കാരാരാണ്? യൂസേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് എക്സ്റ്റേണൽ ലെവലിന് മാത്രം 2 പെട്ടികൾ കൊടുത്തിരിക്കുന്നത്? ആരെങ്കിലും നോട്ട് ചെയ്തോ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂസേഴ്സിനും വേണ്ട ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഓരോ യൂസേഴ്സിനും വേണ്ട ഡേറ്റ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡേറ്റാബേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് വ്യൂ ചെയ്യേണ്ട ഡേറ്റ ആയിരിക്കും ഒരു ഫാക്കൽറ്റിക്ക് വ്യൂ ചെയ്യേണ്ടി വരിക. ഒരു ഫാക്കൽറ്റിക്ക് വ്യൂ ചെയ്യേണ്ടതായിരിക്കും ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിന് വ്യൂ ചെയ്യേണ്ടി വരിക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് യൂസേഴ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആയിരിക്കും അവിടെ ഉണ്ടാവുക.
മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റേണൽ ലെവൽ 2 പെട്ടി വരയ്ക്കുക. 2 അല്ല 3 പെട്ടി വരച്ചാലും അതിൽ തെറ്റില്ല. കാരണം ഡിഫറെൻറ്റ് യൂസേഴ്സിന് വേണ്ടത് ഡിഫറെൻറ്റ് വ്യൂസ് ആയിരിക്കും അല്ലേ? ഡിഫറെൻറ്റ് യൂസേഴ്സിന് വേണ്ടത് ഡിഫറെൻറ്റ് വ്യൂസ് ആയിരിക്കും. സോ അങ്ങനെ എക്സ്റ്റേണൽ ലെവൽസ് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് വ്യൂ സ്കീമ ഡിസ്ക്രൈബ്സ് ദ ഡേറ്റാബേസ് പാർട്ട് that a particular user group is interested and hides the remaining database from that user group. അല്ലേ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു യൂസർക്ക്, ഒരു പെർട്ടിക്കുലർ യൂസറിന് എന്താണോ ആവശ്യം ആ സംഭവം മാത്രം കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് മാത്രം അതിന് എന്താ പറയുക വ്യൂ ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് ബാക്കിയുള്ള റിമൈനിങ് പോർഷൻസ് എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മളുടെ ഈ വ്യൂ സ്കീമയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ ഒരു ടെക്നിക്കിന് ഒരു പേരുണ്ട്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതായത് അബ്സ്ട്രാക്ഷൻ എന്നാണ് പറയുക അല്ലേ? അതായത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വ്യൂ ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെ ഹൈഡ് ചെയ്ത് വെക്കുക. കോംപ്ലക്സ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പോർഷനെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുക അല്ലേ? അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്റ്റേണൽ ലെവലിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ലെവൽ മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമ്മളുടെ നെക്സ്റ്റ് ലെവൽ എന്താണ്? കൺസെപ്ച്വൽ സ്കീമ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ലെവൽ അല്ലേ? കൺസെപ്ച്വൽ ലെവൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ സ്കീമ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെവലായിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോജിക്കൽ ലെവൽ. കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ കൺസെപ്ച്വൽ ലെവലിൻ്റെ നമ്മൾ വേറൊരു നെയിമാണ് എന്ത്? ലോജിക്കൽ ലെവൽ. മറക്കരുത്. ഓക്കെ, ലോജിക്കൽ ലെവലും കൺസെപ്ച്വൽ സ്കീമും ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഈ കൺസെപ്ച്വൽ സ്കീമ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ലെവൽ. ഇതിലെന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോൾ ഡേറ്റാബേസിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ കൺസെപ്ച്വൽ സ്കീമയിലാണ്. ഓക്കെ, അപ്പം നമ്മൾ ഡേറ്റാബേസിൻ്റെ ഹോൾ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിലേതൊക്കെ ആട്രിബ്യൂട്ട്സ് വരാം, ഏതൊക്കെ എന്താ പറയുക റോസ് ടപ്പിൾസ് അതിൻ്റെ വാല്യൂസ് എങ്ങനെയായിരിക്കും, ആ ഡേറ്റാബേസ് എങ്ങനെയായിരിക്കും, ഒരു ടേബിളിൽ എന്തൊക്കെ ഉണ്ടാവും, ഏതൊക്കെ എൻട്രി ആയിരിക്കും ഉണ്ടാവുക, അതിന് എത്ര ടേബിൾസ് ഉണ്ടാവാം, അങ്ങനെ ആ ഒരു ഡേറ്റാബേസിൻ്റെ ഒരു ഹോൾ സ്ട്രക്ചർ അതിൽ നമ്മൾ പറയുന്നുണ്ടാവും. അതാണ് ആ കൺസെപ്റ്റ് മൊത്തം അതിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ കൺസെപ്ച്വൽ സ്കീമ എന്ന് പറയുന്നത്. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉള്ള പോർഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൺസെപ്ച്വൽ ലെവൽ ഇസ് ഓൾസോ നോൺ ആസ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് അവർ ലോജിക്കൽ ലെവൽ തരും, പിന്നെന്താണ് എക്സ്റ്റേണൽ ലെവൽ തരും, അങ്ങനത്തെ ഡിഫറെൻറ്റ് നെയിംസ് തരും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ളത് ഹോൾ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്ന ലെവൽ ഏതാണ്? 3 ടയർ ആർക്കിടെക്ചറിൽ കൺസെപ്ച്വൽ ഹോൾ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏത് ലെവലിലാണ്? മിക്ക ആൾക്കാരും ഇതിൻ്റെ ആൻസർ എഴുതാൻ പോകുന്നത് താഴത്തെ ഇൻറ്റേർണൽ ലെവലിലായിരിക്കും. കാരണം നമ്മൾ ഹോൾ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി എന്താ വിചാരിക്കുക? ഡേറ്റാബേസിൻ്റെ ഫുള്ളായിട്ട് എവിടെയായിരിക്കും അല്ലേ? ഡേറ്റാബേസ് എന്തായാലും നമ്മൾ കുറച്ചല്ലേ നമ്മൾ പുറത്ത് കാണുന്നുള്ളൂ. എക്സ്റ്റേണൽ സ്കീമയ്ക്ക് കുറച്ചല്ലേ നമ്മൾ കാണാൻ പറ്റുള്ളൂ എക്സ്റ്റേണൽ ലെവലിലുള്ള ആൾക്കാർക്ക്. അപ്പോൾ നമ്മൾ വിചാരിക്കും കൺസെപ്ച്വൽ ലെവലിലുള്ളവർക്ക് കുറച്ചും കൂടെ കാണാൻ പറ്റും. മറ്റേ എന്താ പറയുക ഇൻറ്റേർണൽ ലെവലിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് അധികം കാണാൻ പറ്റും. സോ അതിലായിരിക്കാം ഒരു പക്ഷേ നമുക്ക് ഹോൾ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ വരുന്നതെന്ന് നമുക്ക് ആ ഒരു സമയത്ത് തോന്നും. പക്ഷെ തോന്നരുത്, നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ് കൺസെപ്ച്വൽ സ്കീമ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ലെവലിലാണ് നമ്മുടെ ഹോൾ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. തിരിച്ചും മറിച്ചും പറയാൻ കാരണം ഇതങ്ങനെ നമ്മളുടെ തലയിൽ അങ്ങനെ കയറി നിൽക്കട്ടെ വെച്ചിട്ടാണ് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? കൺസെപ്ച്വൽ ലെവലിൽ നമ്മൾ ആക്ച്വലി എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അല്ലേ? അതായത് ഏതൊക്കെ വാട്ട് ഡേറ്റ ആർ ടു ബി സ്റ്റോർഡ് ഇൻ ദ ഡേറ്റാബേസ്, നമ്മൾ ആ ഡേറ്റാബേസിൽ എന്താണ് ആക്ച്വലി സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഈ ഡേറ്റ തമ്മിൽ എന്തെങ്കിലും ഇൻ്റർ റിലേഷൻഷിപ്സ് ഉണ്ടോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കൺസെപ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ആ ഡേറ്റാബേസിൻ്റെ ഹോൾ കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസെപ്ച്വൽ ലെവലിലാണ് എന്നുള്ളത്. ഓക്കെ, അടുത്ത മെയിൻ പോയിന്റ് ഞാനത് ഹൈലൈറ്റ് ചെയ്യാൻ വിട്ടുപോയതാണ്. പ്രോഗ്രാമേഴ്സും ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഈ ലെവലിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വയ്ക്കേണ്ട സംഭവം കൺസെപ്ച്വൽ സ്കീമയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമാന്ന് ആലോചിച്ച് വയ്ക്കുക.
അതിൽ കൂടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കൺസെപ്ച്വൽ സ്കീമിനെ നമ്മൾ വേറൊരു പേര് പറയുന്നത് ലോജിക്കൽ ലെവൽ, അല്ലെങ്കിൽ കൺസെപ്ച്വൽ ലെവലിൻ്റെ നമ്മൾ വേറൊരു പേര് ലോജിക്കൽ ലെവൽ. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ലെവലിൻ്റെ വേറൊരു പേര് വ്യൂ ലെവൽ. ഇതൊന്നും മറക്കരുത്, ഇതെല്ലാമായിരിക്കും ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് ഇതിൽ പറയുന്നത്? നമ്മുടെ ഡേറ്റാബേസിൻ്റെ ഹോൾ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കൺസെപ്ച്വൽ ലെവൽ. ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് DBA അവരും പ്രോഗ്രാമേഴ്സും ഇവർ രണ്ടാൾക്കാർ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യുന്നത് ഏത് ലെവലിൽ നിന്നുകൊണ്ടാണ്? കൺസെപ്ച്വൽ ലെവലിൽ നിന്നുകൊണ്ടാണ്. ഈ 3 കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? ഇനി നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് വരാം. ഓക്കെ, നെക്സ്റ്റ് ലെവലാണ് നമ്മളുടെ ഇൻറ്റേർണൽ സ്കീമ. ഓക്കെ, ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ സ്റ്റോറേജ് എവിടെയാണ്? നമുക്ക് പറയൂ, നമുക്കൊരു ഡേറ്റാബേസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡേറ്റ നമ്മൾ കുറേ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഡേറ്റ ആക്ച്വലി എവിടെ പോയി സേവ് ആകുന്നുണ്ട്? അതാരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ പറയും ഡേറ്റാബേസിലാണ്. ഈ ഡേറ്റാബേസ് നമ്മൾ എവിടെ കൊണ്ടാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അത് ഏതെങ്കിലും ഒരു സെക്കൻഡറി സ്റ്റോറേജിലായിരിക്കും അല്ലേ? നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എല്ലാം നമ്മൾ സെക്കൻഡറി സ്റ്റോറേജിൽ സേവ് ചെയ്ത് വെക്കുകയാണ്. സോ ആ സേവ് ചെയ്ത് വെക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ സ്റ്റോറേജിലാണ് നമ്മൾ എന്താണ് ഇൻറ്റേർണൽ ലെവലിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻറ്റേർണൽ സ്കീമ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ലെവലിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചർ ഓഫ് ദ ഡേറ്റാബേസിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇൻറ്റേർണൽ ലെവലിൻ്റെ താഴെ ഒരു ഡേറ്റാബേസിന് കൊടുത്തിരിക്കുന്നത്. കാരണം അത് എവിടെയാണ് സ്റ്റോർ ആവുന്നത് എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് ആ ഒരു രീതിക്ക് നമ്മൾ ചിന്തിച്ചാൽ മതി. ഫിസിക്കലായിട്ട് അത് എങ്ങനെ ഉണ്ടാവും, എവിടെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ള ആ ഒരു സംഭവമാണ് നമ്മൾ ഇൻറ്റേർണൽ സ്കീമയിൽ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഡിസ്ക്രൈബ്സ് how the data is being stored in secondary storage devices like disk and tapes. അതായത് നമ്മൾ സെക്കൻഡറി ഡിവൈസസിൽ എവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അങ്ങനത്തെ ഫിസിക്കൽ സ്റ്റോറേജ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ എവിടെ പറയുന്നത്? ഇൻറ്റേർണൽ ലെവലിൽ പറയുന്നത്. ഓക്കെ, ഇനി ഇൻറ്റേർണൽ ലെവലിന് വേറൊരു നെയിം വേണമല്ലോ. ഇപ്പം ഇത്രയെണ്ണത്തിന് നമ്മൾ കണ്ട സ്ഥിതിക്ക് ഇൻറ്റേർണൽ സ്കീമയ്ക്കും വേറൊരു പേരുണ്ടാവും. അതാണ് ഫിസിക്കൽ സ്കീമ. ഓക്കെ, ഫിസിക്കൽ സ്കീമ. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ ആക്ച്വലി ചെയ്യുന്നത്? നമ്മളുടെ ഫിസിക്കൽ ലെവലിനെ വെച്ചിട്ടാണ് നമ്മൾ വളരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചറൊക്കെ നമ്മൾ എന്താ പറയുക ഡിസ്ക്രൈബ് ചെയ്യുന്നതും ഈ ഒരു ലെവലിലാണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അത് അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിരിക്കില്ല, എന്നാലും കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഫിസിക്കൽ ലെവലാണ് പറയുന്നത്. കാരണം സ്റ്റോറേജ് ആണല്ലോ ഡേറ്റ സ്ട്രക്ചർ. ഓക്കെ, ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ദ വേ ഓഫ് ഓർഗനൈസിങ് ഡേറ്റ ആണല്ലോ. അപ്പോൾ അതും ഫിസിക്കൽ സ്റ്റോറേജ് അല്ലെങ്കിൽ സ്റ്റോറേജിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് പറയുന്നത്. സോ എന്തായാലും ഇൻറ്റേർണൽ സ്കീമിലെ ഡേറ്റ സ്ട്രക്ചറിൻ്റെ കോംപ്ലക്സ് ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് ആ ഒരു എക്സാം ഹാളിൽ നിന്ന് നമുക്കത് കത്തണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ 3 ടയർ ആർക്കിടെക്ചറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടലി നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? 3 ലെവൽസാണ് ഉള്ളത് അല്ലേ? 3 സ്കീം ആർക്കിടെക്ചറിൽ 3 ലെവൽസ് ഉണ്ട്. അതിന് ആൻസി സ്പാർക്ക് ആർക്കിടെക്ചർ അല്ലെങ്കിൽ 3 വ്യൂ ആർക്കിടെക്ചർ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അതിൽ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലെവലാണ്, പിന്നെ സെക്കൻഡ് ലെവലാണ് നമ്മുടെ കൺസെപ്ച്വൽ ലെവല്, തേർഡ് ലെവലാണ് ഇൻറ്റേർണൽ ലെവൽ. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ലെവലിൻ്റെ വേറൊരു പേരെന്താണ്? വ്യൂ ലെവൽ എന്നാണ് പറയുക. കാരണം നമ്മൾ യൂസർ എങ്ങനെയാണോ വ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് വ്യൂസ് മാറാം. സോ നമ്മൾ അതിനെ വ്യൂ ലെവൽ എന്ന് പറയുന്നു. അടുത്തത് എന്താണ്? നമ്മളുടെ കൺസെപ്ച്വൽ ലെവലാണ്. കൺസെപ്ച്വൽ ലെവലിൻ്റെ വേറൊരു പേരെന്താണ്? ലോജിക്കൽ ലെവലാണ്. കാരണം കൺസെപ്റ്റ് ഒരു ലോജിക്ക് വെച്ചിട്ട് ഓർത്ത് വെക്കുക, മനസ്സിലായോ? അങ്ങനെ ആ പേര് മാറിപ്പോകരുത്. എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഷോർട്ട് കട്ട് എന്തെങ്കിലും വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിച്ച് ആ പേര് അങ്ങനെ തർക്കിച്ച് വെക്കുക കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു 3 ലെവൽസിൻ്റെ പേര് മാത്രം കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും. കുറേ നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ട് അവസാനം പോകുമ്പോൾ ചിലപ്പോൾ നമുക്കത് മാറിപ്പോവാം. അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക, കൺസെപ്ച്വൽ ലെവൽ എന്ന് പറയുമ്പോൾ ലോജിക്കൽ ലെവലാണ്. അതിലാണ് മെയിൻ പോയിന്റ് വരുന്ന 2 പോയിന്റ്സ് ആണ് വരുന്നത്. എന്താണ്? ഒന്ന് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ബാക്കി പ്രോഗ്രാമേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ സ്കീമയിലാണ്.
നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഹോൾ ഡേറ്റ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നതും ഈ സ്കീമയിലാണ്. ഓക്കെ, സോ കൺസെപ്ച്വൽ സ്കീമയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്തത് വരുന്നത് ഇന്റേണൽ ലെവൽ അല്ലെങ്കിൽ ഇന്റേണൽ സ്കീമയാണ്. അതിന് നമ്മൾ പറയുന്നത് ഫിസിക്കൽ സ്ട്രക്ചറാണ് അവിടെ പറയുന്നത്. ഫിസിക്കൽ സ്കീമ എന്നാണ് അതിൻ്റെ വേറൊരു പേരായിട്ട് വരുന്നത്. ഡേറ്റ സ്ട്രക്ചേഴ്സ്, കോംപ്ലക്സ് ലെവൽ ഡേറ്റ സ്ട്രക്ചേഴ്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ഈ ലെവലിലാണ്. ഓക്കെ, സോ അതാണ് നമ്മളുടെ 3 ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്.